ഹായ്. അപ്പം ഞങ്ങൾ എവിടെയാണെന്ന് അറിയാം, നമ്മൾ നെല്ലിയാമ്പതി പകുതി കയറിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വരുന്ന വ്യൂസൊക്കെ നമ്മൾ ആദ്യം ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ വരുന്ന വ്യൂസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടിപൊളി വ്യൂസാണ്, അതുപോലെ ഡാം കാണാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല തിരക്കുണ്ട് ഇപ്പോൾ. ഫ്ലവർ ഷോ, അതുപോലെ നമുക്ക് വേണ്ട പച്ചക്കറികളൊക്കെ വാങ്ങിക്കാം. അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് വന്നത് കേട്ടോ. നല്ല വൈബ്, ഭയങ്കര തണുപ്പ്. ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ വെയിലുണ്ട്, പക്ഷെ വെയിലൊന്നും ഏൽക്കുന്നില്ല കേട്ടോ. നല്ല തണുപ്പുണ്ട് അല്ലേ. നമ്മൾ കഴിഞ്ഞ തവണയും ഈ ഒരു സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു, ഇതുപോലെ ഫെബ്രുവരിയിൽ. ഞങ്ങൾ അന്ന് ഒരു അബദ്ധത്തിൽ വന്നാണ്. വന്ന ദിവസം നല്ല രസമായിരുന്നു. അതിന് 4-5 ദിവസം അടുപ്പിച്ചിട്ട് ഫ്ലവർ ഷോ, പിന്നെ അതുപോലെ നമുക്ക് പച്ചക്കറികൾ അങ്ങനെയൊക്കെ വാങ്ങിക്കാനുള്ള ഒരു ഫെസ്റ്റിവൽ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇത്തവണയും കഴിഞ്ഞ തവണ അറിയാതെ വന്നെങ്കിൽ ഇന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഫ്രഷായിട്ട് കുറച്ച് പച്ചക്കറിയും മറ്റേ കോളിഫ്ലവർ, ബ്രൊക്കോളി, ക്യാരറ്റ് അങ്ങനത്തെ ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടെ കിട്ടും. അത് നമുക്ക് നോക്കി കണ്ട് അവർ പറിക്കുന്നത് പോലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ അതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണാം കേട്ടോ. എല്ലാവരും കാണാം. അപ്പോൾ നമുക്ക് പോയിട്ട് കാണാം കേട്ടോ. നിറയെ വണ്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ. നിരന്ന വണ്ടികൾ നിൽക്കുന്നുണ്ട്. കാരണം ഈ സമയം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ്. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് എല്ലാം കാണാൻ പറ്റും. അതാണ് മെയിൻ കാര്യം കേട്ടോ. കാട്ടുപന്നി കേട്ടോ, പശുക്കളുടെ ഇടയിൽ കാട്ടുപന്നി നോക്കുക. കാട്ടുപന്നികൾ കാണണ്ട. ആദ്യമായിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് ഇത്രയും കൂട്ടപ്പന്നികളൊക്കെ ആണ് കേട്ടോ മെയ്യുന്നത്. ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. നമ്മളിവിടെ എത്തിയില്ലേ? അവിടെ എത്തി. നെല്ലിയാമ്പതി എത്തി കേട്ടോ. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് പോവാം കേട്ടോ. പോവാം. അതാ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. അവിടെ തന്നെ ഒരു ടീംസ് വണ്ടികൾ നിറയെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. MLA ബാബുവേട്ടനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അത് MLA ബാബുവേട്ടൻ. അപ്പോൾ ഗൈസ്, നമ്മൾ ടോക്കൺ എടുക്കണം. ഒരാൾക്ക് 25 രൂപയാണ് കേട്ടോ. അപ്പോൾ നമ്മളത് ടോക്കൺ എടുത്തിട്ടുണ്ട്. നാരങ്ങ നല്ല രസമുണ്ടാണ്. അതാ ബാബോട്ടം പോകുന്നു. ഇത് കയറാം. നമുക്ക് പാലത്തേടൊക്കെ കയറിയിട്ട് പോവാം. കുരുമുളകല്ലേ? വേണ്ട, കുരുമുളക്. ഇനി നമ്മൾ ഇവിടെ ഒരു ഓറഞ്ച് ചെടിയൊക്കെ ഉണ്ടല്ലോ. നമ്മൾ കഴിഞ്ഞ കൊല്ലത്തിന് വന്നതിനെക്കാട്ടി കുറച്ചും കൂടെ അല്ലേ. നമ്മൾ കഴിഞ്ഞ കൊല്ലം വന്ന ലാസ്റ്റ് ഡേ ആവും. കേട്ടോ. ഇതിപ്പോൾ രണ്ടാമത്തെ ദിവസം. ഇതിൻ്റെ ഉള്ളിലൊക്കെ വന്നിരുന്നിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിൽക്കൊണ്ടിരിക്കും ഫോട്ടോ എടുത്ത്. അതൊക്കെ നമ്മൾ ഫ്ലവർ ഷോ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ. ഒരു തവണ വന്നിട്ട് നമ്മൾ പകുതി വരെ പോയിട്ട് ബാക്കി വെയിൽ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു മിക്കു ഏതൊക്കെയോ വഴി കൂടെയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. എൻ്റെ പോകുന്ന വഴിയിലൊക്കെ അവർ പോകാനുള്ള വഴിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുൾ ഫ്ലവർ ഷോ ആട്ടോ. ഇതേവാ മിക്കു. അയ്യോ ഇത് നോക്ക്. അത് കോളിഫ്ലവർ അല്ലേ? നിക്കോ. നമ്മൾ ഡ്രൈപ്പോഡ് വെച്ചിട്ടാട്ടോ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. നിൽക്കുക നടന്നിട്ടുണ്ട്. ശരിയായില്ല. നമ്മുടെ അവിടുന്ന് ഓറഞ്ച് പച്ചക്കറി തോട്ടത്തിലേക്കാണ് നമ്മുടെ ഇനിയുള്ള യാത്ര. ചെടികൾ, പൂക്കൾ, പഴങ്ങൾ എന്നിവ പറിക്കരുത്. 500 രൂപ. എൻ്റെ കോളിഫ്ലവർ വൈലറ്റ് കളർ. കോളിഫ്ലവർ നമുക്ക് ഫ്രഷ് ആയിട്ട്. പിന്നെ നമ്മളടുത്തത് ഇത് സെയിൽ ചെയ്യുന്ന ഒരു മാർക്കറ്റ് പോലെ ഉണ്ട്. അവിടെ പോകുന്നുണ്ട്. അവർ ഇത് ഉണ്ടാകുന്ന പറിച്ചിട്ട് അവിടെ കൊണ്ടുപോകുന്നു. ബീൻസ് ഇടുന്നുണ്ട്. ഫുള്ളും സ്പ്രേ ചെയ്യും കേട്ടോ. കാരണം വെയിൽ കൂടുന്നതിനനുസരിച്ച് നമ്മൾ നടക്കുന്ന വഴിയിലേക്ക് ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ മേലെ തട്ടുമ്പോൾ നല്ല തണലുണ്ടാവും അല്ലേ. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം വന്ന സമയത്ത്
ഇവിടുത്തെ കുളം ആമ്പൽക്കുളമാണ്. ഇത് നമ്മൾ എപ്പോഴും ആ സൈഡ് കൂടെ റോഡിൽ കൂടെ പോകുമ്പോൾ കാണുന്നതാണ് അല്ലേ. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സെറ്റപ്പുകളൊക്കെ അവിടെ കാണുന്നുണ്ട് കേട്ടെ. കഴിഞ്ഞ കൊല്ലം വന്നിട്ട് ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ കൊല്ലത്തെക്കാളും കുറച്ചുകൂടി ഗംഭീരമാക്കിയിട്ടാണ് അവർ ഇത്തവണ ചെയ്തിരിക്കുന്നത്. നല്ല വൈബാണ്. 5-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഇന്നലെ. ഇനി 9-ാം തീയതി വരെ ഉണ്ട്. നമുക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രഷ് വെജിറ്റബിൾസും കാണാനും എല്ലാം ഉണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ വരിക, മിസ് ചെയ്തില്ല. ഈ വെയിലൊന്നും പിന്നെ നമ്മൾ ഏൽക്കാൻ പോലും ഇല്ല കേട്ടോ. അപ്പോൾ അതാ പിള്ളേർക്ക് എന്തോ ബാബു എം.എൽ.എ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ എം.എൽ.എ സാറ് വന്നിട്ടുണ്ട്. എന്തൊക്കെയോ അവർക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ടി തോന്നുന്നു. നമുക്ക് നോക്കാം. കളിക്കാനുള്ള വണ്ടി ഇരിക്കാൻ പറ്റുമോ? പറ്റുമായിരിക്കും. നമുക്ക് നോക്കാം. നമ്മൾ ഇതിൽ പങ്കെടുക്കാൻ 50 രൂപയാണ് ഒരാൾക്കുള്ള രജിസ്ട്രേഷൻ. ഒരാൾക്ക് ചെയ്യാൻ 50 രൂപയാണ്. ഒന്നിലെ കളഞ്ഞാൽ മതിയില്ലേ? ഒരു സെറ്റ് ഫുള്ളായി വീഴണമെന്നില്ലേ? ശരി, നോക്ക് നോക്ക് ഡയറി നോക്ക്. അയ്യേ വീഴില്ല. വേണ്ട, നമുക്ക് ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ സെറ്റപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ കയറാനും പൈസ ഉണ്ടാവും അല്ലേ? മിക്കൂസതാ വണ്ടിയിൽ പോവുകയാണ്. ഇതാകുമ്പോൾ അവന് കുഴപ്പമില്ല. അതിൽ പറയുമ്പോൾ ഒറ്റയ്ക്ക് കളിക്കേണ്ടേ വേണ്ട. ഇതിലിരിക്കാൻ 50 രൂപ കേട്ടോ. ഈ വണ്ടിയിലിരിക്കാൻ 50 രൂപ. റൈഡിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. മിക്കുതാ നടക്കണം. അപ്പം മിക്കു ഇതേ വാ. നമ്മൾ മെയിൻ ഏരിയയിലേക്ക് എൻ്റർ ചെയ്യാൻ പോകണം കേട്ടോ. ഇതാണ് നമ്മുടെ മെയിൻ ഏരിയ. നമുക്ക് വാങ്ങിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ളത്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സാധനങ്ങൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ക്യാരി ബാഗ് കൊണ്ടുവരിക കേട്ടോ. ഇതിൻ്റെ ഉള്ളിലായിരുന്നു കഴിഞ്ഞ കൊല്ലം ജ്യൂസ് ഫുഡുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇക്കൊല്ലം കാണാനില്ല, തുടങ്ങുന്നുള്ളൂ തോന്നുന്നു കേട്ടോ. അപ്പോൾ വേണ്ട, ഇവിടെ നമുക്ക് വിത്തുകൾ വാങ്ങിക്കുക, ചെടികൾ വാങ്ങിക്കുക. നമ്മൾ കഴിഞ്ഞ കൊല്ലം ജമന്തി പൂ വാങ്ങിച്ചിട്ട് പോയിട്ട് നമ്മുടെ ഇവിടെ അവച്ചു, പക്ഷെ അതൊന്നും പൂട്ടില്ല കേട്ടോ. അതാണ് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. അതാണ് ഇതിൻ്റെ ഉള്ളിൽ മാർക്കറ്റിൽ ഇതാണ് നമ്മുടെ പച്ചക്കറി വാങ്ങിക്കുന്നത് ഇല്ലേ? നമ്മൾ കഴിഞ്ഞ തവണ അതിൽ കൂടെ വന്നിട്ട് ഇതല്ലേ ഫ്രഷ് പച്ചക്കറികൾ തുടങ്ങുന്നുള്ളൂ തോന്നുന്നു. അത് തുടങ്ങിയാൽ നോക്കാം കേട്ടോ. തിരക്ക് വരുന്നേ ഉള്ളൂ കേട്ടോ. ഫ്ലവർ ബ്രൊക്കോളിയൊക്കെ സ്പെഷ്യലിൻ്റെ കടയിൽ പോയിട്ടാ. മാംഗോ സ്പെഷ്യൽ ഉണ്ട്, പിന്നെ ജിഞ്ചറിൻ്റെ, പിന്നെ ഗ്രീൻ മാംഗോ സ്പെഷ്യൽ ഉണ്ട്. പിന്നെ മെയിനായിട്ട് പറഞ്ഞ എപ്പോഴും നല്ല ഫ്രൂട്ടിൻ്റെ ഉണ്ട്. ഗൂസ്ബെറിൻ്റെ ഉണ്ട്. ഇപ്പോൾ മിക്സഡ് ഫ്രൂട്ട് മതി. നെല്ലിക്കയുടെ ഒന്നും വേണ്ട. ഏതൊക്കെ എടുത്ത് പാഷൻ ഫ്രൂട്ട് ഒന്ന് ഇരുന്നോട്ടെ. വാങ്ങിച്ചോ. മനസ്സിലായില്ലേ? നമ്മൾ വാങ്ങിക്കാൻ വന്ന സാധനങ്ങൾ നല്ല ഫ്രഷ്, നല്ല ചില്ലുന്നുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചെടുത്തവരുണ്ട്. നമ്മളിതാ പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് നമുക്ക് സെഞ്ചിയും കൊണ്ട് വന്നാൽ പ്രശ്നമില്ല. അല്ലെങ്കിൽ 5 രൂപയ്ക്ക് ക്യാരി ബാഗ് തരും. പക്ഷേ അത് ചില്ലറ 5 രൂപയായിട്ടാണ് കൊടുക്കും വേണം കേട്ടോ. മിക്കുന്ന ഇതാ പച്ചക്കറികളൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇടയ്ക്ക് നമ്മൾ കോളിഫ്ലവർ മന്ത്രിവില്ല. അപ്പോൾ നമുക്ക് ചെടികളൊക്കെ വാങ്ങിക്കേണ്ടവർക്ക് ഇവിടെ മേടിക്കാം കേട്ടോ. പർച്ചേസിങ് നടക്കുന്നുണ്ട്. മിക്കൂസ് ഫ്രണ്ടിൽ
നമ്മൾ ഗ്ലാസ്സുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വൈഡ് ഓഫ് വെറൈറ്റി ഓഫ് സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വരാത്തവർ വരിക, ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് കേട്ടോ. ഗൈസ്, നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളിത് ഇറങ്ങിയിട്ടാണ് 1 സെഞ്ച് സാധനങ്ങളുമായിട്ടാണ് പോണത്. മിക്കൂസിൻ്റെ ഗ്രേപ്പ്. അപ്പോൾ ഇതാ നമ്മളെല്ലാം കണ്ട് സാധനങ്ങളൊക്കെ മേടിച്ച് പോവുകയാണെങ്കിൽ പോവും. അപ്പോൾ ഇതാ നമുക്ക് പോവാട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടതെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ വന്നിരിക്കും. ബൈ.